എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ബോധം വന്നപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ എത്ര വലിയ പാപമാരവിയേ, എത്ര വലിയ പാപമാരവിയേ, മരിച്ച മയ്യത്തിനെ കബർ മാന്തി കബറിനകത്തിട്ട് വ്യഭിചരിച്ചവനാ അല്ല പുറത്തു കൊടുക്കുവോ, അല്ല പുറത്തു കൊടുക്കുവോ? ആ സമയത്തിന്റെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വാക്കുണ്ട് പോലെ നിന്റെ മനസ്സിലെഴുതിക്കോ, നിന്റെ മനസ്സിലെഴുതിക്കോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമറേ ഇവനല്ല പുറത്തു കൊടുക്കും, ഇവനല്ല പുറത്തു കൊടുക്കും. പക്ഷേ പടച്ചവൻ പുറത്തു കൊടുക്കാത്ത ഒരുത്തരുണ്ട് ഉമറേ. അവൻ ആരെന്നറിയുവോ, അവൻ ആരെന്നറിയുവോ? മുസ്ലിമായ കൂടപ്പുറപ്പിന്റെ പച്ചയിറച്ചി തിന്നവനുണ്ടല്ലോ, അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, അവൻ നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാ, മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നവരെ, ആഘോഷിച്ചവരെ നാളെ പടച്ചവന്റെ സ്വർഗം നിന്നെ വിളിക്കുമെടാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ട് കൊണ്ട് പടച്ചവൻ നിന്നെ വിളിക്കുന്നു. അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓടുമ്പോരെ, പടച്ചവന്റെ സ്വർഗത്തിലേക്ക് നീ ഓടി ചെല്ലുമ്പോ അന്ന് പടച്ചവന്റെ സ്വർഗം അടച്ചുകൊണ്ട് നിന്നെ കളിയാക്കുമെടാ. ഇന്ന് നാട്ടുകാരുടെ മുന്നിൽ നീ 40 പേരുടെ മുന്നിൽ കളിയാക്കിയെങ്കിൽ നാളെ പടച്ചവൻ കോടാടി കോടി ജനങ്ങളുടെ മുന്നിൽ വെച്ച് നിന്ന് നാണം കെടുത്തും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏത് പാപം ചെയ്താലും പടച്ചവന് പുറത്തു വരും. പക്ഷേ മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നുന്നവനുണ്ടല്ലോ, അവന് കഅബയുടെ മുന്നിൽ പോയിട്ട് കാര്യമില്ല. അവന് കഅബയുടെ മുന്നിൽ പോകുന്നതിന് മുമ്പ് ആരെ കുറിച്ചാണോ പറഞ്ഞത് അവന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കാതെ നിനക്ക് അല്ലാഹുവിന്റെ സ്വർഗം കിട്ടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖബറിൽ കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ചവന് ഒരു അല്ലാഹു പുറത്തു കൊടുത്തു. കാരണം അത് അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയം. പക്ഷെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നീ അവിടെ പോയിട്ട് കാര്യമില്ല. ആദ്യം പറഞ്ഞവന്റെ കാല് പിടിച്ച് ദുആ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അവരോട് തന്നെ പൊരുത്തം ചോദിക്കുക. ഇനി അവര് മരിച്ചുപോയി ഇല്ലെങ്കിൽ അവരോട് ചോദിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ പറ്റത്തില്ലെങ്കിലും അവർക്ക് വേണ്ടി നീ ദുആയെങ്കിലും ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കുറിച്ച് നീ ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ, അയാൾ മരിച്ചുപോയി, ഇനി ചോദിക്കാൻ പറ്റൂ? ഇനി ചോദിക്കാൻ പറ്റൂല. പക്ഷേ ആ മനുഷ്യന് വേണ്ടി നീ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്ത നിന്റെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആത്മാർത്ഥമായി ദുആ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലർക്കും ദഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. പലർക്കും ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല, ആരെയും ഞാനൊന്നും പറയൂല, എനിക്ക് ആരെയൊന്നും പറയാനും മനസ്സില്ല, പറഞ്ഞാൽ പിന്നെ കൂടിപ്പാട് ഒന്നുമില്ല, എനിക്ക് പരാതിയില്ല, പരിമിതി ഒന്നുമില്ല. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. ഒറ്റ ഹദീസ് ഞാൻ പറഞ്ഞു തരാം. പള്ളിയിലെ ഖതീബ് ഒരു തെറ്റ് ചെയ്തു. ഖതീബിനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പള്ളിയിലെ ഉസ്താദ് ഒരു തെറ്റ് ചെയ്തു. നിങ്ങളെല്ലാവരും അറിഞ്ഞു. ഉസ്താദിന് മനസ്സിലായി ഉസ്താദ് ചെയ്തത് തെറ്റാണ്. അവസാനം ഉസ്താദ് തൗബ ചെയ്ത് അല്ലാഹുവിൽ മടങ്ങി. പടച്ചോനെ, ഞാൻ ചെയ്തത് തെറ്റാ, പുറത്ത് ദുആ ചെയ്ത് മടങ്ങി. മാസങ്ങൾ കഴിഞ്ഞിട്ട് ഉസ്താദിനെ വീണ്ടും കാണുമ്പോൾ പണ്ട് ഇയാള് കളിയാക്ക. ഉസ്താദ് തെറ്റ് ചെയ്തു, ആ തെറ്റിന്റെ പേരിൽ തൗബ ചെയ്തു മടങ്ങിയതിനു ശേഷവും പിന്നെയും കാണുമ്പോ പണ്ട് വേലിയാടിയ ആളാന്ന് പറയുന്ന പോലെ കളിയാക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അങ്ങനെ കളിയാക്കുന്നവനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, മോനെ നീ അങ്ങനെ കളിയാക്കിയ നീ മരിക്കുന്നതിന് മുമ്പ് ആ പാപം ചെയ്തിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. ചെയ്ത തെറ്റ് അവൻ തൗബ ചെയ്ത് മടങ്ങിയതിനു ശേഷം പിന്നെ അവനെ കളിയാക്കുമ്പോ നീ ഓർത്തോണം, അവൻ മൂട്ടിച്ചിട്ടുണ്ടെങ്കിൽ നീയും മൂട്ടിക്കും, അവൻ പെണ്ണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നീയും പെണ്ണ് പിടിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉസ്താദിന് വേറെ ഒന്നുമില്ല, പാവം. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
കാരണം ഉസ്താദന്മാർ വേറെ ആരെങ്കിലും പറഞ്ഞ വിവാദങ്ങൾ, അപ്പൊ ഉസ്താദ കുഴപ്പമില്ല, നമ്മളൊരു ജിൻസാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അള്ളാഹു സുദീർഘമായ കാലം ഈ സമുദായത്തിന് വേണ്ടി ദഅവത്ത് ചെയ്യാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട 4 പേരുടെ മുന്നിൽ കളിയാക്കുമ്പോൾ 4 പേരുടെ മുന്നിൽ നിങ്ങൾ ഒരുത്തനെ കളിയാക്കിയ നീ മനസ്സിലായിക്കോണം, നീ മരിക്കുന്നതിന് മുമ്പ് 40 പേരുടെ മുന്നിൽ നാറുന്നു. 4 പേരുടെ മുന്നിൽ നീ ഒരുത്തനെ കളിയാക്കിയ നീ മനസ്സിലായിക്കോണം, നീ മരിക്കുന്നതിന് മുമ്പ് 4 അല്ല 40 പേരുടെ മുന്നിൽ നാറും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തന്റെ കണ്ണ് നിറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ കണ്ണ് നിറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നന്നാവാനുള്ള ഒരു അവസരമായി കണ്ടോ. അള്ളാഹിനോട് ദുആ ചെയ്യ്, അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യ്. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്യും. ഞാനും നിങ്ങളും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. വരുമ്പോഴും ഒരു ചെറുപ്പക്കാരനെ കണ്ടു പൊട്ടിക്കരഞ്ഞു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വഴുതിന് വരുമ്പോഴും എപ്പോഴും കാണുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാത്ത കരച്ചിൽ, പൊട്ടിക്കരയുക. സാധേ, എന്റെ കുഞ്ഞിന്റെ തലയിൽ ഒരു മുഴ വന്നിട്ട് 2.5 വയസ്സേ ഉള്ളൂ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ട്യൂമർ ആണെന്ന് സംശയമുണ്ട്. ദുആ ചെയ്യാൻ അള്ളാഹു ആ പൊന്നുമോന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ റഹ്മാൻ റഹീമായ അള്ളാഹുവേ, മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ആ പൊന്നുമോന് നീ ശിഫ കൊടുക്കണേ അള്ളാഹുവേ, ശിഫ കൊടുക്കണേ അള്ളാഹുവേ. നിന്റെ ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്യങ്ങൾ, ലോകത്ത് നീ ആരെയൊക്കെ ഇഷ്ടപ്പെടുന്നു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോന് നീ ശിഫ നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. ആ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. സന്തോഷത്തോടെ തന്റെ വാപ്പയോടും ഉമ്മയോടൊപ്പം കടിച്ച് ചിരിച്ച് ഇനിയുള്ള കാലം ജീവിക്കാനുള്ള ഭാഗ്യം ആ പൊന്നുമോന് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ ഒരുപാട് പേരുണ്ട്. നമ്മൾ അല്ലാഹുവോട് എത്ര ദുആ ചെയ്താലും പടച്ചവൻ നമുക്ക് തരൂല. ചിലര് പറയുന്ന ഒരു വാക്കുണ്ട്, ഉസ്താദേ, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹു എനിക്ക് തരുന്നില്ല. നോമ്പ് പിടിച്ചിട്ട് ദുആ ചെയ്യുന്നു, സദക്ക കൊടുത്തിട്ട് ദുആ ചെയ്യുന്നു, എന്നിട്ടും പടച്ചവൻ എനിക്ക് തരുന്നില്ല. കാരണം എന്തെന്നറിയാം? എല്ലാരും ഇങ്ങോട്ട് നോക്കി. നീ ദുആ ചെയ്തിട്ട് പടച്ചവൻ നിനക്ക് തരാത്ത എന്തെന്നറിയാം? ആരുടെയെങ്കിലും ദുആയിൽ 10 കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും ദുആയിൽ പറ മനുഷ്യന്മാരെ എന്ത് പിണങ്ങിയിരിക്കണം? നിങ്ങളുടെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തേ? ആരുടെയെങ്കിലും ദുആയിൽ 10 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ അവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഒരു 10 കാര്യം പറഞ്ഞു തരാം, ഇൻഷാ അല്ലാഹ് അനുസരിക്കൂ. ഇതെന്തിനാ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്ന പോലെ? ഞാൻ എനിക്ക് വാല് നിർത്താം. ഞാനൊരു 10 കാര്യം പറഞ്ഞു തരാം. ഈ 10 കാര്യം ഉൾപ്പെടുത്തിയിട്ട് ദുആ ചെയ്താൽ നിന്റെ ദുആ സ്വീകരിക്കും. അല്ലാഹു പഠിക്കാനും പ്രവർത്തിക്കാനും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്യൂ ചെയ്യാന്നുള്ളവരൊന്ന് കൈവിടും. ഒരു 10 കാര്യം ഞാൻ പറഞ്ഞു തരാം. പിശുക്കന്മാരും ഉണ്ടല്ലോ അല്ലാഹ് ഇതിനകത്ത്. ഇതും ചെയ്യാൻ വയ്യാത്തവരുണ്ട്. എന്റെ പൊന്നനിയ പൈസ കൊടുക്കണമെന്നല്ല, ഒരു 10 കാര്യം ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1, നിങ്ങൾ ദുആ ചെയ്താ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ, ദുആയിന്റെ തുടക്കത്തിൽ ഹംദും സ്വലാത്തും പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യാൻ അറബി അറിയാത്തവനാണെങ്കിൽ എങ്ങനെയാണെങ്കിലും ദുആ ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം? അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ. ഹംദും സ്വലാത്തും നിർബന്ധമായി പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുആയിലെ ഒന്നാമത് ദുആ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താ? പറ മനുഷ്യന്മാരെ, എങ്ങനെ ഹംദും സ്വലാത്തും പറയുന്നത്? ഒന്ന് പറയുന്നേ. ഇതെന്ത് ചങ്ങായിമാര്, ഹിദർ നബി അലൈഹി സ്വലാമിന്റെ കൗമല്ല, അങ്ങനെ ആവരുത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ. എന്നിട്ട് നിങ്ങൾ അറിയുന്ന ഭാഷയെ ദുആ ചെയ്താൽ മതി. അല്ലാഹുക്ക് എല്ലാ ഭാഷയും അറിയാം. 2, ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, അല്ലാഹുവിന്റെ 99 പേരിൽ ഒരു 5 പേരെങ്കിലും നീ ദുആയിൽ പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന് 99 പേരുണ്ട്. ആ 99 പേരിൽ ഒരു 5 എണ്ണമെങ്കിലും പറയണം. അല്ലാഹുവേ, നീ കരുണയുള്ളവന, നീ ദയാലുവ, നീ പടച്ചവനെ മാലിക്, ഞങ്ങളുടെയൊക്കെ സിട്ടാവ, ഞങ്ങളുടെ കണ്ണ് നിറയുന്ന നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ലാ. ഇതുപോലെ പടച്ചവന്റെ പേരിൽ ഒരു 5 പേരെങ്കിലും നീ ദുആ ചെയ്യുന്ന സമയത്ത് പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം ഒരെണ്ണം വെച്ച് പഠിച്ചാൽ മതി.
ഒരു ദിവസം ഒരു പേര് വെച്ച് പഠിച്ചാൽ മതി, 99 ദിവസം കൊണ്ട് നിനക്ക് അള്ളാന്റെ പേര് മുഴുവനും പഠിക്കാൻ പറ്റും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്ത്? ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ അള്ളാന്റെ പേരിൽ 5 പേര്, 3 മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആവശ്യക്കാരൻ നീയാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആ ചെയ്യുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ കൊണ്ട് അള്ളാഹിക്ക് ഉപയോഗമൊന്നുമില്ല, അള്ളാഹെ കൊണ്ട് നിനക്കാണ് ഉപയോഗം. പള്ളിയിലെ ഖതീബ് ഉസ്താദ് ഇരുന്ന് അങ്ങോട്ട് ദുആ ചെയ്യുമ്പോൾ, ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോൾ ചിലർക്ക് കൈയൊന്നും ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, ചിലർക്ക് കൈയൊന്നും ഉയർത്തി പിടിക്കാൻ തന്നെ സമയമില്ല. ചിലരാണെങ്കിൽ പിന്നെ വെട്ടിയിട്ടിരിക്കുക ഇങ്ങനെ തറയിൽ കിടക്കും. മറ്റു ചിലരാണെങ്കിൽ തിന്നാനിരിക്കണ പോലെ ഇട്ട് 2 കാല് ഇങ്ങനെ വെച്ചിട്ട് ഇരിപ്പുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ചമ്മണം കൂട്ടി ഇരിക്കാന്ന് പറയും. ഇവിടെ എന്താ പറയുക? അങ്ങനെയൊക്കെ തന്നെ. ബിരിയാണി സദ്യ ഒന്നായിരിക്കണ പോലെ ഇരിക്കുക പള്ളിക്കകത്ത്. എന്റെ ചങ്ങാതി ദുആ ചെയ്യുമ്പോ നീയാണ് ആവശ്യക്കാരൻ, അള്ളയല്ല. ആ ബോധം നിനക്കുണ്ടാകണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ദുആ ചെയ്യുന്ന സമയത്ത് അള്ളാനെ കുറ്റപ്പെടുത്തരുത്. അള്ളാനെ കുറ്റപ്പെടുത്തുന്ന എങ്ങനെ? അള്ളാഹുവേ, ഞാനും അവനും ഒരു കടയിൽ തന്നെയാ ജോലി ചെയ്യുന്നത്. പടച്ചവൻ, അവന് നീ അത് കൊടുത്ത് ഇത് കൊടുത്ത് എനിക്ക് മാത്രം ഒന്നും തന്നില്ലല്ലോ. ഞാനും ഇവനും ഒരുമിച്ച ഗൾഫിൽ പോയെ, ഒരേ കമ്പനിയിലാ ജോലി ചെയ്യണേ, ഒരേ ജോലി തന്നെ ചെയ്യണേ. പടച്ചവൻ, നീ എല്ലാം അവന് വാരി കൊടുത്ത് എനിക്കൊന്നും തന്നില്ല. എന്റെ കൂടപ്പിറപ്പുകളൊക്കെ നല്ല നിലയിലായി, ഞാൻ മാത്രം ഇങ്ങനെ താഴെ കിടക്കാം. 2 പേരും അള്ളാന്റെ അടിമയാണ്. അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 4ാമത്തെ കണ്ടീഷൻ, അള്ളാനെ കുറ്റപ്പെടുത്താൻ പാടില്ല. 5 അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾക്കും എതിരായി ദുആ ചെയ്യാൻ പാടില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കും എതിരായി ദുആ ചെയ്താ നീ ചോദിക്കണ കാര്യം അല്ലാഹു നിനക്ക് തരൂല. പഠിച്ചവനെ, അവൻ കൊത്തുവാള എടുക്കണേ അല്ല, കടം കേറി മൂടി അവന്റെ ശരീരം ടിപ്പർ ലോറിയുടെ അടിയിൽ നിന്ന് തുടച്ചെടുക്കണേ അല്ല. ദുആ ചെയ്യാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ ദുആ ചെയ്യാ, പഠിച്ചവൻ അവൻ വലിയ വീടായി ഒന്ന് ഇടിഞ്ഞു കണ്ടിരുന്നെങ്കിൽ, കടം കേറി മുടിഞ്ഞിരുന്നെങ്കിൽ, എന്റെ എല്ലാം സർവ്വം നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ദുആ ചെയ്യാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ അയൽവാസിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട്, ബർക്കത്ത് കണ്ടിട്ട് നിങ്ങൾ കണ്ണ് തള്ളിയിട്ട് യാതൊരു കാര്യമില്ല. അയൽവാസിക്ക് നല്ലൊരു വീടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നല്ല വീടുണ്ട്, 2 നില വീടുണ്ട്, ഗൾഫിൽ ജോലിയാണ്, നല്ല കച്ചവടമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അയൽവാസി റോഡിൽ കുഴിയെടുത്ത് ജീവിക്കുന്നവനാ, അല്ലെങ്കിൽ മീകച്ചവടക്കാരനാ, അവന്റെ കുടിലിനകത്ത് പോലുള്ള സന്തോഷം സമാധാനവും നിങ്ങളുടെ വീട്ടിൽ. അള്ളാഹു ബർക്കത്തെടുത്ത് കളയും. അള്ളാഹു ബർക്കത്തെടുത്ത് കളയുന്നത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാന്റെ പ്രവാചകൻ പറയുന്നത്, ദുആ ചെയ്യുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ 5ാമത്തെ കണ്ടീഷൻ എന്ത്? മറ്റൊരുത്തൻ നശിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. മറ്റൊരാൾ നശിക്കാൻ വേണ്ടി ദുആ ചെയ്താ നീ ചോദിച്ച കാര്യം അള്ളാഹു നിനക്ക് തരില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നൽകിയ കാര്യങ്ങളിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു നൽകിയതിലൊക്കെ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ബർക്കത്തുണ്ടാവാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ, വീട്ടിൽ, കച്ചവടത്തിൽ, മക്കളിൽ, ഭാര്യയിൽ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ മുഴുവൻ നല്ല കാര്യങ്ങളിലും ബർക്കത്ത് ഉണ്ടാവാനുള്ള ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂ. ചെയ്യണ്ട, വീട്ടിൽ ഉണ്ടോ നോക്കിയാൽ മതി. ഞാനൊരു 4 കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും വീട്ടിൽ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങും. ഞാൻ പറയുന്ന കാര്യം വീട്ടിലുണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഹിളർ നിവാസികളൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. 1, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അർബഅത്തുൻ ഫിദ്ദാരി ഫീഹിന്ന ബറക എന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അശ്ശാത്തു ഫിദ്ദാരി ഫീഹിന്ന ബറക. ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ ബർക്കത്ത് ഇറങ്ങുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി. ആരുടെയെങ്കിലും വീട്ടില് എന്തുണ്ടെങ്കിൽ, ഈ സദസ്സിരിക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ ആടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ. രക്ഷപ്പെട്ട് ആകെ 5 പേരേ ഉള്ളൂ. അവർ 5 പേരും രക്ഷപ്പെട്ടു. ആക്കിയൊക്കെ ഉസ്താദെ, ആടിനെ വളർത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള
തിരിപ്പാടുള്ളത് പ്രവാചകന്മാര് മുഴുവനും ആട് മേച്ചവരാ. ആട് മേക്കാത്ത ഒറ്റ പ്രവാചകന്മാര് പോലും ഇല്ല. ആടിനെ മേച്ച ക്ഷമയുണ്ടാകുന്ന അറബിയുടെ ഗൾഫിൽ പോയി അറബിയുടെ ആടിനെ ഓട്ടത്തിനെയൊക്കെ നയിച്ചവർക്ക് അറിയാം. ഒരെണ്ണത്തിനെ പിടിച്ചുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് നോക്കുമ്പോൾ അടുത്ത് അവിടെ നിൽക്കും. അതിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുമ്പോൾ ഇതങ്ങോട്ട് അടിക്കാൻ പറ്റും, ഉപദ്രവിക്കാൻ പറ്റും. എന്തെങ്കിലും ചെയ്ത അറബി നെഞ്ചത്ത് കയറിയിരിക്കും. വല്ലാത്ത ബുദ്ധിമുട്ടുള്ള കാര്യം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെ വീട്ടിലാണോ ആടുള്ളത് അവന്റെ വീട്ടിൽ അള്ളാഹു കൊടുത്ത മുഴുവൻ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി രണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വദ്ദീഖു ഫിദ്ദാരി ഫീഹിന്ന ബർക. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആരുടെ വീട്ടിലാണോ? എന്തടാ ഈ ചങ്ങാതി വന്നിട്ട് ആടിന്റെയും കോഴിയുടെയും കാര്യം പറയുന്നത് എന്ന് ചിന്തിക്കും. ഉസ്താദിന്റെ ആടിന്റെ നിങ്ങളോട് രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞിട്ട് നിങ്ങൾക്കും ഒരു നേട്ടവുമില്ല, എനിക്കും ഒരു നേട്ടവും. വല്ല പ്രയോജനമുള്ള കാര്യം പറയണം. ആരുടെ വീട്ടിലാണോ കോഴിയുള്ളത് തിന്നാൻ മാത്രം നോക്കിയാ പോരാ, ഹോട്ടലിൽ പോയിട്ട് ചിക്കൻ മേടിച്ച് അടിക്കാൻ മാത്രം നോക്കിയാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ കോഴിയെ വളർത്തിയ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ചോദിച്ചിട്ട് നാണം കെടാൻ വയ്യ. വീട്ടിൽ കോഴിയെ വളർത്തണം. കോഴിയെ വളർത്തിയ കണ്ണീർ പരിക്കൂല. ചില ആൾക്കാർ ഇങ്ങനെ പറയും, ഐഷ ഈ പ്രാവശ്യം തെങ്ങിങ്ങനെ വീടിന്റെ ഫ്രണ്ടി നിൽക്കുക, ചുമന്ന തെങ്ങ് ഇങ്ങനെ കൊലച്ച് നിൽക്കണ കാണുമ്പോ പറയും, ഈ പ്രാവശ്യം ഒരുപാടുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്. അടുത്ത വർഷം അതിലേക്കൂടെ നടന്നു പോകുമ്പോ ആ തെങ്ങ് നിന്നതിന്റെ അടയാളം പോലും കാണൂല, കരിഞ്ഞു. ചിലര് പറഞ്ഞു കഴിഞ്ഞാൽ അറം പറ്റി. ചില ആൾക്കാർ പറഞ്ഞാൽ മതി. ഞങ്ങളുടെ ചിലരിങ്ങനെ പറയും, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലേ, സുഖമില്ലേ എന്ന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം കുഞ്ഞിനെ വയറിളക്കം പിടിക്കുന്നവരാണ്. ഒന്ന് പറഞ്ഞാൽ മതി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം കിട്ടുമെങ്കിൽ കോഴിയുടെ കണ്ണിലൊന്ന് നോക്കണം. നാളെ രാവിലെ സുബഹിക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് കൂട്ടിന്ന് കോഴിയെ പിടിച്ച് നിർത്തിയിട്ട് കണ്ണിലൊന്ന് നോക്കണം. നമ്മൾ കോഴിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കോഴി നമ്മളെ നോക്കി പേടിപ്പിക്കും. വീട്ടിൽ കോഴിയെ വളർത്തിക്കഴിഞ്ഞാൽ കണ്ണീർ വലിക്കൂല എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട് കാര്യം ആണുങ്ങൾക്കുള്ളതായിരുന്നു, ഇനി രണ്ടെണ്ണം പെണ്ണുങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെ വീട്ടിലാണോ ആട്ടുകല്ലുള്ളത് അവരുടെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആട്ടുകല്ലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മച്ച ഗൾഫിൽ പോയി അറബിയുടെ കൂടെ നടന്നെത്തിരി കിട്ടിക്കഴിഞ്ഞ പതക്കം മാറി. ഇന്ന് ഏത് വീട്ടിലാ ആട്ടുകല്ലുള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. വന്ന വഴി ഒരിക്കലും മറക്കരുതെന്ന ഈ ഹദീസ് പഠിപ്പിക്കണം. നമ്മൾ വളർന്നു വന്നത് ഒരിക്കലും മറന്നു പോകല്ല. പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ഒരു കാലമുണ്ടായിരുന്നു. എന്നിത്തിരി പണം കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് മിക്സിയായി, ഗ്രൈൻഡറായി. ഇപ്പൊ ആട്ടുകല്ല് വീട്ടിലൊന്നും കാണാൻ പോലും ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബർക്കത്ത് വേണോ? പറമ്പിൽ എവിടെയോ കിടക്കുന്നുണ്ട്, എടുത്ത് തലയിൽ വെച്ച് വീടിനകത്ത് കയറ്റിക്കോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നാല് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആരുടെയെങ്കിലും വീട്ടിൽ കറിച്ചട്ടിയുണ്ടെങ്കിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ, അവന്റെ സമ്പത്തിലും അവന്റെ കുടുംബത്തിലും അവന്റെ മക്കളിലും അവന്റെ ഭാര്യയിലും അവന്റെ വീട്ടിലും അല്ലാഹു ബർക്കത്തിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കറിച്ചട്ടി, മണ്ണുകൊണ്ടുണ്ടാക്കിയ കറിച്ചട്ടി, അതിന്ന് കച്ചവടക്കാര് പോലും വിൽക്കുന്ന കാണാനില്ല. കാരണം ഗ്യാസ് വന്നപ്പോ പിന്നെ ചട്ടിയും കരവൊക്കെ പോയല്ലോ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. ഇത് പറയുമ്പോ താത്താമാര് പറയും, നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകാം ഉസ്താദെ, ഇതിന്റെയൊക്കെ പാട് നമുക്കല്ലേ അറിയൂ. പെങ്ങളെ, വളർന്നു വന്ന കാലം ഒരിക്കലും മറന്നു പോകരുത്. ഈ 4 കാര്യം ആരുടെ വീട്ടിലുണ്ടോ അവന്റെ വീട്ടിൽ ബർക്കത്തിറങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ അവൻ നാളെ സ്വർഗ്ഗത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആൻ എല്ലാ ദിവസവും ഓതുന്ന ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഖുർആൻ ഓതാതെ ഉറങ്ങാത്ത ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനുണ്ടെങ്കിൽ, ഖുർആൻ ഒരു യാസീനെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങില്ലെന്ന് നിയത്ത് ചെയ്ത ഏതെങ്കിലും ഒരു പെങ്ങൾ ഈ വീരന്റെ ബാലിന്റെ സദസ്സിലുണ്ടെങ്കിൽ, എന്റെ പൊന്നുമോളെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലമെന്ത്? മഹാനായ അബൂ ഹാമിദുൽ ഗസാലി
റഹ്മത്തുള്ള മരണത്തോട് മല്ലരിച്ച് കിടക്കുകയാ, സക്കറാത്തിന്റെ അവസ്ഥകൾ കിടക്കുകയാ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ തന്റെ കൂടപ്പുറപ്പ് അഹ്മദ് എന്ന സഹോദരനെ വിളിക്കുകയാ. തന്റെ സഹോദരനെ വിളിച്ചിട്ട് പറയുകയാ, കമ്പോളത്തിൽ പോയി എന്റെ കഫം തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ, എന്റെ കഫം തുണി ഒന്ന് വാങ്ങിച്ചു കൊണ്ടുവരുമോ. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ കൂടപ്പുറപ്പിനെ പങ്കോളത്തിലേക്ക് പറഞ്ഞു വിടുകയാ. കമ്പോളത്തിൽ പോയി കഫം തുണി മേടിച്ചു കൊണ്ടുവരുമ്പോ കഫം തുണി മേടിച്ചു കൊണ്ടുവരികയാണ്. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള കുളിച്ച് ഒന്നുപെടുത്തിട്ട് വൃത്തിയായി കിടക്കുകയാ. കഫം തുണി കൊണ്ടു കൊടുക്കുമ്പോ ആ കഫം തുണി സ്വന്തമായി ധരിക്കുകയാണ്. ആ കഫം തുണി സ്വന്തമായി ധരിക്കുകയാ. എന്നിട്ട് തന്റെ കൂടപ്പുറപ്പിനോട് പറയുകയാ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ, ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുമോ. എന്റെ വീടിനകത്തേക്ക് വിരുന്നുകാരെ കടന്നു വരികയാ. മഹാനായ അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളയുണ്ടല്ലോ, തന്റെ കൂടപ്പുറപ്പിന് വെളിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. സഹോദരൻ വെളിയിൽ പോയിട്ട് കുറച്ചു നേരം നോക്കിയിട്ട് അനക്കമില്ല. വീടിന്റെ വാതിൽ തുറന്നകത്തേക്ക് കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വഫാത്തായി കിടക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതാൻ നിന്നെ കൊണ്ട് മനസ്സുണ്ടോ ചെറുപ്പക്കാരാ? ഒരു ദിവസം നിന്നെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്റെ മയ്യത്ത് കിടത്തിയിട്ട് മുഖത്തിന്റെ മുകളിൽ തുണിയെടുത്തിടുമല്ലോ. വെള്ളത്തുണിയിൽ പൊതച്ച് നിന്റെ വീടിനകത്ത് നിന്റെ മൃതശരീരം ഇട്ടിരിക്കുമ്പോ ഈ നാട്ടുകാര് മുഴുവനും വരിവരിയായി നിന്റെ വീടിനകത്തേക്ക് കടന്നു വരുമല്ലോ. മരിച്ചെന്ന് പിതാജ് മരിച്ചെന്ന് കേൾക്കുമ്പോ, നിങ്ങൾ മരിച്ചെന്ന് പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുമ്പോ കാണാ നിന്റെ വീടിനകത്തേക്ക് കയറി വന്നിട്ട് നിന്റെ മുഖത്ത് പുതച്ചിട്ടിരിക്കുന്ന തുണി ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ നിനക്ക് ഭാഗ്യം വേണ്ടേ ചെറുപ്പക്കാരാ? വീടിനകത്ത് ചിരിച്ചുകൊണ്ട് കിടക്കണ്ടേ ചെറുപ്പക്കാരാ? മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിച്ചുകൊണ്ട് അള്ളാന്റെ സ്വർഗം കണ്ടുകൊണ്ട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനോട് മരിക്കണ്ടേ ചെറുപ്പക്കാരാ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഓതിക്കഴിഞ്ഞ മുടങ്ങാതെ ഒരു സൂറത്തെങ്കിലും ഓതാൻ നിന്നെ കൊണ്ട് സാധിച്ച ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് എന്റെ പൊന്നുപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ സ്വർഗത്തിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നിനക്ക് മരിക്കാൻ കഴിയും ചെറുപ്പക്കാരാ. മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ള പറഞ്ഞു തരികയാ, അള്ളാന്റെ ഖുർആനോടുന്നവന് നല്ല മരണം കിട്ടും. അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷമാ, അവന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരാണല്ലോ. MBBS സീറ്റ് കിട്ടാൻ, +1 സീറ്റ് കിട്ടാൻ, അല്ലെങ്കിൽ ഡിഗ്രിക്ക് സീറ്റ് കിട്ടാൻ ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ചെലവഴിക്കുന്ന 1 രൂപയ്ക്ക് പോലും നാളെ പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. പക്ഷേ മദ്രസയിൽ പഠിക്കുന്ന നിന്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിന്റെ പൊന്നുപോലും ഒരു പെരുസിന് വാങ്ങിക്കൊടുത്ത, അള്ളാന്റെ ഖുർആൻ പഠിക്കുന്നവരെ പൊന്നുമകന് ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലമുണ്ട്. അള്ളാന്റെ റസൂല് പറയുകയാ, ഇൽമു പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി അള്ളാന്റെ റസൂല് പറയുന്നു, ആരെങ്കിലും 1 രൂപ ചെലവഴിച്ച ഇൽമു പഠിപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി മദ്രസയിൽ പഠിക്കുന്ന പൊന്നുമോരൊരു കിതാബ് വാങ്ങിക്കൊടുത്ത, ഒരു പേന വാങ്ങിക്കൊടുത്ത, ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുത്ത, ഒരു ബുക്ക് വാങ്ങിച്ചു കൊടുത്ത കിട്ടുന്ന പ്രതിഫലമല്ലാതെ റസൂല് പറയുകയാണ്. യാ സ്വഹാബാ, അവന്റെ ശരീരം നരകത്തിന് ഹറാമാ. നിങ്ങളുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ 1 രൂപ എന്നാണ് നിങ്ങൾ ചെലവഴിച്ച നരകത്തിൽ നിന്റെ ശരീരം കൊണ്ട് ഇട്ടുകഴിഞ്ഞ നരകം പറയുമല്ല, ഇവരുടെ ശരീരത്തിൽ ഞാൻ തൊടുന്ന റബ്ബേ,
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, 1 രൂപ ചെലവഴിച്ചാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലമാ. രണ്ടാമത്തെ പ്രതിഫലമുണ്ട്, അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, പടച്ചവന്റെ അർശും അതിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സർവ്വ മലക്കുകളും ഖിയാമത്ത് നാൾ വരെ നിനക്ക് വേണ്ടി മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി. മക്കളെ കോളേജിൽ ഡിഗ്രിക്കൊക്കെ വിടാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കും, ഒരു പ്രയോജനമില്ല. പക്ഷേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന, മദ്രസയിൽ പഠിക്കുന്ന നിന്റെ മോന് നീ ഒരു പേന മേടിച്ചു കൊടുത്ത, ഒരു കിതാബ് വാങ്ങിച്ചു കൊടുത്ത, 1 രൂപ ചെലവഴിച്ച നിന്റെ ശരീരം നരകത്തിന് ഹറാമ. സർവ്വ മലക്കുകളും നിനക്ക് വേണ്ടി പാപമോചനം തേടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിലും പരിസര സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സഹോദരി സഹോദരന്മാർ തന്റെ മക്കളെ ഖുർആൻ പഠിക്കാൻ വിട്ടിട്ടുണ്ട്, ഹാഫിളീങ്ങളാക്കാൻ. അല്ലാഹു അവരുടെ മക്കളെയൊക്കെ ഹാഫിളീങ്ങളാക്കുമാറാകട്ടെ, ആലിമീങ്ങളാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗം വിളിക്കുന്ന 3ാമത്തെ വിഭാഗം ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ ഓതുന്നവരാണ്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4ാമത്തെ വിഭാഗം, സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നവൻ, ആരുടെയെങ്കിലും കണ്ണ് നിറയുമ്പോൾ ആ കണ്ണുനീരൊപ്പുന്നവനെ നാളെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാരുണ്യം, ഈ പ്രവർത്തനം, ഈ സംഘടനയുടെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമായി, നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. നിങ്ങളെ പടച്ചവന്റെ സ്വർഗം മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്നവർ, മരുന്നില്ലാത്തവർ, വീട് വല്ലാത്തവർ, കെട്ടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത പെൺകുട്ടികൾക്ക് 10 പവന്റെ സ്വർണം കൊടുക്കുന്നു. വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ ധനസഹായങ്ങൾ നടത്തുന്നു. നിങ്ങൾക്കുള്ള പ്രതിഫലം, നിങ്ങൾ മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കൂ. നിങ്ങൾ മരിക്കുമ്പോ സ്വർഗം കണ്ടേ മരിക്കൂ. നിങ്ങളെ സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പാപങ്ങളെ സഹായിക്കണം. രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ വീടില്ലാത്തവര്, നിനക്ക് നല്ല വീടുണ്ട്. എത്രയോ പാവങ്ങൾ വീടില്ലാത്തവരുണ്ട്, യതീമീങ്ങളുണ്ട്. 10ഉം 18ഉം 20ഉം വയസ്സായിട്ട് കെട്ടിച്ചു കൊടുക്കാൻ കഴിയാതെ വീടിനകത്തിരുന്ന് കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ സ്വർണം വിട്ടുകൊണ്ട് നടക്കുമ്പോ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 50ഉം 60ഉം പവൻ സ്വർണം വിട്ട് ലക്ഷങ്ങൾ നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ മക്കളെ കെട്ടിക്കുമ്പോ കേവലം 1 പവന്റെ 1 ഗ്രാമിന്റെ സ്വർണം പോലും ഇടാൻ കഴിയാതെ വീടിനകത്ത് കരയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അവരുടെ കണ്ണീര് നിങ്ങൾ കാണണം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ മുന്നിലിരിക്കുക. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹം ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് പറയുകയാണ്, യാ സഹാബാ, അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട് സഹാബത്തെ, എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളത് പോയി എടുത്തു കൊണ്ടുവരണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് പറയുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയായ ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു സഹാബിയുണ്ട്. ആ സഹാബിക്ക് 1 കൈയില്ല, 2 കാലുമില്ല. 2 കാലുമില്ലാത്ത, 1 കൈയുമില്ലാത്ത സഹാബിയാണ് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയ തന്റെ വീടിന്റെ മുന്നിൽ ഇരിക്കുമ്പോ ഒരു സഹാബി തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടുകയാണ്. കയ്യിലെന്തോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീടിന്റെ മുന്നിലൂടെ ഓടുകയാണ്. ഇബ്നു ഉഖൈൽ തങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടി പോകുന്ന സഹാബിയോട് ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ ചിരിച്ചുകൊണ്ട് ഓടുന്നത്? മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ, മുഖത്ത് വല്ലാത്ത സന്തോഷമുണ്ടല്ലോ. ഇബ്നു ഉഖൈൽ റളിയല്ലാഹു തആല തന്റെ വീടിന്റെ മുന്നിലൂടെ ഓടുന്ന ചെറുപ്പക്കാരനായ സഹാബിയോട്, 2 കാലുമില്ലാത്ത വിലകുരാഗനായ സഹാബി ചോദിക്കുന്നു. അവിടെ ഒന്ന് പറയുന്നു, ഇബ്നു ഉഖൈലേ,
അള്ളാന്റെ പ്രവാചകൻ സദഖ ചോദിച്ചിരിക്കുകയാ. പാവങ്ങളെ സഹായിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ, യതീമീങ്ങളെ സഹായിക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന് സദഖ ചോദിച്ചിരിക്കുകയാണ്. വീട്ടിലുള്ളതെടുത്ത് കൊണ്ടുവരാൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. എന്റെ വീട്ടിലാണെങ്കിൽ ധനമില്ല, എന്റെ വീട്ടിലാണെങ്കിൽ ധനമില്ല, ആകെയുള്ളത് കുറച്ച് ഈത്തപ്പഴമാണ്, ആകെയുള്ളത് കുറച്ച് ഈത്തപ്പഴമാണ്. അല്ലാഹു തആല നോക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന സഹാബിയുടെ കയ്യിൽ കുറച്ച് കാരക്കയിരിക്കുകയാ. അത് കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അവിടെ നിന്ന് പറയുന്നു, ഇബ്നു ഉഖൈല പ്രതിഫലമെന്തെന്നറിയുമോ, പ്രതിഫലമെന്തെന്നറിയുമോ? പാവപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലം സ്വർഗമാണ്, പാവപ്പെട്ടവനെ സഹായിക്കുന്നവനുള്ള പ്രതിഫലം സ്വർഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗം തരാമെന്ന് പറഞ്ഞിരിക്കുകയാ. ഇബ്നു ഉഖൈല റളിയല്ലാഹു തആല നോക്കുമ്പോ വീട്ടിലുള്ള ഈന്തപ്പഴവും എടുത്തുകൊണ്ടൊരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. മഹാനായ ഇബ്നു ഉഖൈല തങ്ങൾ കരയാൻ തുടങ്ങി, ഇബ്നു ഉഖൈല തങ്ങൾ കരയാൻ തുടങ്ങി. അല്ലാഹുവേ, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ടെന്ന് കൊടുക്കാറൊന്നുമില്ലല്ലോ, കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ. ഇബ്നു ഉഖൈല തങ്ങളിരുന്ന് കരയുകയാ, ഇബ്നു ഉഖൈല തങ്ങളിരുന്ന് കരയുകയാ. അവസാനം വേച്ച് രണ്ട് കാലമില്ലാത്ത ഇബ്നു ഉഖൈല എന്ന സഹാബിയുണ്ടല്ലോ, തന്റെ വീട്ടിൽ നിന്ന് അയൽവാസിയുടെ വീട്ടിലേക്ക് ഇടഞ്ഞിടഞ്ഞ് നടന്നു പോവുകയാണ്. യഹൂദിയായ തന്റെ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് ചോദിക്കുന്നു, മനുഷ്യ, എനിക്കെന്തെങ്കിലും ജോലി തരുമോ, എനിക്കെന്തെങ്കിലും ജോലി തരുമോ? ആ യഹൂദി ചോദിക്കുകയാ, കാലില്ലാത്ത കൈയില്ലാത്ത നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? നിനക്ക് രണ്ട് കാലില്ലല്ലോ, ഒരു കൈ നിനക്കില്ലല്ലോ, എന്ത് ജോലിയാ നീ ചെയ്യുന്നത്? നിന്നെ കൊണ്ട് ജോലി ചെയ്യാൻ കഴിയില്ലല്ലോ. മഹാനായ ഇബ്നു ഉഖൈല തങ്ങൾ പറയുകയാ, ഞാൻ വെള്ളം കോരി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കാം, ഞാൻ വെള്ളം കോരിയിട്ട് ആ വെള്ളം കൊണ്ടുവന്ന് ഈന്തപ്പഴത്തോട്ടങ്ങൾ മുഴുവനും ഞാൻ നനച്ചു തരാ. യഹൂദിയായ മനുഷ്യൻ ജോലി കൊടുക്കുമ്പോ മഹാനായ ഇബ്നു ഉഖൈല തങ്ങളുണ്ടല്ലോ, വെള്ളം കോരണ്ട പാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് പോവുകയാ. ഇളറിന്റെ സ്വർഗത്തിലേക്ക് കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, രണ്ട് കാലമില്ലാത്ത ആ കൈയില്ലാത്ത പാവപ്പെട്ട സഹാബിയുണ്ടല്ലോ, വെള്ളപാത്രം എടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിലേക്ക് കടന്നു വന്നിട്ട് ഒരു കൈ കൊണ്ട് കയറും പെട്ടിയും വെള്ളത്തിലേക്ക് ഇടുകയാ. അതാ പാത്രം എടുത്ത് വെള്ളത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ വലിക്കുകയാ, ഒരു കൈ കൊണ്ട് വെള്ളം ഇങ്ങനെ വലിക്കുകയാ. രണ്ടാമത് വലിക്കാൻ ഇടത് കൈയില്ല, രണ്ടാമത് കയറിൽ പിടിക്കാൻ ഇടത് കൈയില്ല. ഇബ്നു ഉഖൈല എന്ന തങ്ങളുണ്ടല്ലോ, ഇബ്നു ഉഖൈല എന്ന സഹാബിയ കയറിങ്ങനെ വായിലേക്ക് ചേർത്ത് പിടിക്കുകയാ. തന്റെ വായിലേക്ക് കയറിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കടിച്ചു പിടിക്കുകയാ. എന്നിട്ട് രണ്ടാമതും കൈകൊണ്ട് വലിക്കുകയാ, പിന്നെയും കടിച്ചു പിടിക്കുകയാ. ഇതുപോലെ വെള്ളം കോരിയിട്ട് ആ വെള്ളം പാത്രത്തിലൊഴിച്ചിട്ട് അതാ എടുത്തുകൊണ്ട് ഇടഞ്ഞിടഞ്ഞ് അതാ ഭൂമിയിലൂടെ ഇടഞ്ഞിടഞ്ഞ് ഓരോ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കുകയാ. ഇബ്നു ഉഖൈല എന്ന സഹാബിയുണ്ടല്ലോ, ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടിട്ട് യഹൂദി ചിരിച്ചുകൊണ്ട് തന്റെ വീടിനകത്തേക്ക് കിടന്നു പോവുകയാ. ഉച്ചയുടെ സമയമെത്തിയോ, അതാ യഹൂദി വീടിന്റെ വെളിയിലേക്ക് കടന്നു വരുമ്പോ തന്റെ മിറ്റത്തിന്റെ ഈന്തപ്പന തോട്ടത്തിൽ വെള്ളം കോരിക്കൊണ്ടിരുന്ന ഇബ്നു ഉഖൈല എന്ന സഹാബിയെ കാണുന്നില്ല. ഇറങ്ങി നോക്കുമ്പോ അതാ ഒട്ടകാടന്റെ ഈന്തപ്പന തോട്ടത്തിലൂടെ തിരഞ്ഞു നടക്കുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില്, ഒരു ഈന്തപ്പന മരത്തിന്റെ ചുവട്ടില് വായിലൂടെ രക്തമൊലിച്ചുകൊണ്ട് രക്തത്തിൽ കുളിച്ചു കിടക്കുകയാ. ഇബ്നു ഉഖൈല എന്ന സഹാബി ബോധം കെട്ട് കിടക്കുകയാ. ശരീരം മുഴുവനും രക്തം കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. യഹൂദി അല്പം വെള്ളമെടുത്ത് മുഖത്തൊഴിക്കുകയാ. അതാ മുഖത്തേക്ക് അല്പം വെള്ളമെടുത്തൊഴിച്ചു കൊടുക്കുകയാ. ആ സമയത്ത് മഹാനായ ഇബ്നു ഉഖൈല തങ്ങളുണ്ടല്ലോ, തനിക്ക് ബോധം വന്നപ്പോ, തന്റെ ബോധം തിരിച്ചു കിട്ടിയപ്പോ യജമാനനായ യഹൂദിയോട് ചോദിക്കുകയാ, എന്റെ കൂലി എനിക്കൊന്ന് തരുമോ, എന്റെ കൂലി എനിക്കൊന്ന് തരുമോ? യഹൂദി ചോദിച്ചു, ഇബ്നു ഉഖൈല
പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് പണം വേണമായിരുന്നെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്ക് ഞാൻ വെറുതെ തരുമായിരുന്നല്ലോ. എന്തിനാണ് ഇതുപോലെ കഷ്ടപ്പെട്ടത്? എന്തിനാണ് ഇതുപോലെ കഷ്ടപ്പെട്ടത്? മഹാനായ ഇബ്നു ഉഖൈല തങ്ങൾ പറയുന്ന മനുഷ്യ, എനിക്ക് വേണ്ടത് സ്വർഗമാ, എനിക്ക് വേണ്ടത് സ്വർഗമാ. അല്ലാഹുവിന്റെ റസൂല് പാവപ്പെട്ടവർക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാ. കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലം സ്വർഗമാണ് മനുഷ്യ. അതുകൊണ്ട് എന്റെ കൂലിയൊന്ന് തരുവോ? അതുകൊണ്ട് എന്റെ കൂലിയൊന്ന് തരുവോ? മഹാനായ ഇബ്നു ഉഖൈല തങ്ങളുണ്ടല്ലോ, അതാ 4 ദിർഹം കിട്ടുകയാണ്. അന്ന് ഉച്ചവര വെള്ളം കോരിയത് യഹൂദി കൊടുത്തത് 4 ദിർഹമാ. ആ 4 ദിർഹം വാങ്ങിച്ചുകൊണ്ട് ഹദ്റത്തി റസൂലില്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഇടഞ്ഞിടഞ്ഞിബിന് ഉഖൈലെന്ന് സഹാബി കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സഹാബത്തിനോട് നസീഹത്ത് നടത്തിക്കൊണ്ട് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് മുഹർ നമസ്കാരം കഴിഞ്ഞിട്ട് തന്റെ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ ഇബ്നു ഉഖൈൽ എന്ന ഒരു സഹാബിയുണ്ടല്ലോ, ഒട്ടുകാലിൽ ഇടഞ്ഞിടഞ്ഞ് കടന്നു വരികയാണ്. രക്തമിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാ, രക്തമിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചാടിയെഴുന്നേൽക്കുകയാണ്. സഹാബത്തിന്റെ മുന്നിൽ നിന്ന് ചാടിയെഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി ഓടുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഓടിച്ചെന്ന് 2 കാലുമില്ലാത്ത ഇബ്നു ഉഖൈലിന്റെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്നു, ഇബ്നു ഉഖൈലേ, ആരാധിനെ ഉപദ്രവിച്ചത്? ഈ പാവപ്പെട്ട വികലാംഗനായ കാലും കയ്യുമില്ലാത്ത നിന്നാരാ ഉപദ്രവിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുന്ന, നബിയേ, യാ റസൂലല്ലാഹ്, ആരുമെന്നെ ഉപദ്രവിച്ചില്ല നബിയേ, ആരുമെന്നെ ഉപദ്രവിച്ചില്ല നബിയേ. പിന്നെ എങ്ങനെയാ നിന്റെ വായിലൂടെ രക്തമൊലിക്കുന്നത്? ഇബ്നു ഉഖൈൽ തങ്ങൾ പറയുന്ന, നബിയേ, വെള്ളം കോരുന്നതിന് വേണ്ടി കയറിങ്ങനെ കടിച്ചു പിടിച്ച് എന്റെ ചുണ്ടും വായും മുറിഞ്ഞതാണ് നബിയേ. കയറിങ്ങനെ വലിച്ചിട്ട് കടിച്ചു പിടിച്ചിട്ട് തന്റെ ചുണ്ടും വായും മുറിഞ്ഞിട്ട് രക്തമൊലിക്കുന്നതാ. കാലിലൂടെ രക്തമൊലിക്കുന്നത് ഓരോ ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലേക്ക് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു പോയിട്ട് എന്റെ കാലിലെ മാംസങ്ങൾ ഉരഞ്ഞു പോയി, എന്റെ തൊലി ഉരിഞ്ഞു പോയിട്ട് രക്തം വരുന്നതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഇബ്നു ഉഖൈലേ, നിനക്ക് പണം വേണമെങ്കിൽ എന്നോട് ചോദിച്ചുകൂടെ? നിനക്കല്പം സമ്പത്ത് വേണമായിരുന്നെങ്കിൽ നീ എന്റെ അടുക്കലൊന്ന് ചോദിച്ചുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഇബ്നു ഉഖൈൽ എന്ന സഹാബി പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് തന്റെ കയ്യിലിരിക്കുന്ന 4 ദിനാർ എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇന്നെനിക്ക് കിട്ടിയ ശമ്പളവാരവിയേ, ഇന്നെനിക്ക് കിട്ടിയ ശമ്പളവാരവിയേ. എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല നബിയേ, എന്റെ കയ്യിൽ തരാ വേറെ ഒന്നുമില്ല നബിയേ. പാവപ്പെട്ടവർക്ക് തരാൻ ഇബ്നു ഉഖൈലിന്റെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല യാ റസൂലല്ലാഹ്. എനിക്ക് സ്വർഗം തരണേ നബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് സ്വർഗം തരണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്നിട്ട് 2 കാലുമില്ലാത്ത ഒരു സഹാബി രക്തരൂപത്തിലൊലിച്ചുകൊണ്ട് പറഞ്ഞു പോയതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, അന്ന് നിനക്ക് സമ്പത്ത് തന്നത് നിന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ല, നിന്നെ പരീക്ഷിക്കാനാ, നിന്നെ പരീക്ഷിക്കാനാ. പാവപ്പെട്ടവർ നിന്റെ കണ്ണിന്റെ മുന്നിൽ കാണിക്കുമ്പോ വെള്ളിയാഴ്ച ഇവിടത്തെ പള്ളികളുടെ മുന്നിൽ പാവപ്പെട്ടവർ തോർത്തു വലിച്ചെട്ടിരിക്കുമ്പോ 10 രൂപയുടെ നോട്ടെടുത്തിട്ട് പുച്ഛത്തോടെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ,
അല്ലാഹ് മറക്കല്ലേ, അല്ലാഹനെ മറക്കല്ലേ. പാവപ്പെട്ടവന്റെ കണ്ണീര് കാണാതെ നടക്കല്ലേ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, ശരീരം മുഴുവനും സ്വർണ്ണമിട്ടുകൊണ്ട് നീ ഇഷ്ടമുള്ള രീതിയിൽ ആസ്വദിച്ച് ജീവിക്കുമ്പോ നിന്റെ അയൽവാസിയായ പെങ്ങളുണ്ടല്ലോ, 1 ഗ്രാമിന്റെ സ്വർണം പോലും ഇടാറില്ലാതെ 25-30 വയസ്സായിട്ട് വീടിനകത്തിരുന്ന് കരയുന്ന പാവപ്പെട്ട പെങ്ങളുടെ പെറ്റുമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്ന് കൈനീട്ടുമ്പോ ഒന്നുമില്ല നാട്ടി ഓടിക്കുന്ന പെണ്ണ്, ഓളെ സ്വർഗത്തിൽ പോകണോ പെങ്ങളെ, സ്വർഗത്തിൽ പോകണോ. ആയിഷാ ബീവി പോയ സ്വർഗമല്ലേ, ആമിന ബീവി പോയ സ്വർഗമല്ലേ, ഖദീജത്തുൽ കുബ്ര പോയ സ്വർഗമല്ലേ. ആരാ ഖദീജയാരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അവിടെന്ന് പറയുന്ന നബിയേ, യാ റസൂലല്ലാഹ്, ഖദീജ എവിടെ നബിയേ? അങ്ങയുടെ ഭാര്യ ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്റെ ഭാര്യയെ തിരക്കുന്നതെന്തേ ജിബ്രീൽ? എന്റെ ഭാര്യയെ തിരക്കുന്നതെന്തേ ജിബ്രീൽ? അല്ലാഹുവിന്റെ റസൂലിനോട്, മഹാനായ അല്ലാഹുവിന്റെ പ്രവാചകരോട് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഭാര്യ വരുമ്പോ, അങ്ങയുടെ ഭാര്യ ഖദീജ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെയും എന്റെയും സലാം ഖദീജയോട് പറയണേ യാ റസൂലല്ലാഹ്. ഖദീജാന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് നബിയേ, ഖദീജയ്ക്ക് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് നബിയേ. ഏത് ഖദീജ എന്നറിയുമോ? കോടാനുകോടി സ്വത്തുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവസാനം മരിക്കുന്ന സമയത്ത് കഫൻ തുണി വാങ്ങാൻ പോലും സമ്പത്തില്ലാതെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞ ഖദീജ, മരണത്തിന്റെ വേളയില് നൊന്ത് പ്രസവിച്ച ഫാത്തിമ എന്ന പൊന്നുപോലെ കോടാനുകോടി സ്വത്തിന്റെ ഉടമയായ ഖദീജ റളിയല്ലാഹു തആല സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ പൊന്നുപോലെ ഫാത്തിമാനടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഫാത്തിമ, ഉമ്മയോട് നിനക്ക് വെറുപ്പ് തോന്നില്ലേ? ഉമ്മയോട് നിനക്ക് ദേഷ്യം തോന്നില്ലേ? ഓളെ ഫാത്തിമ, നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണം ഇട്ട് തരണമെന്ന് ഉമ്മാൻ ആഗ്രഹമുണ്ട് ഫാത്തിമ. നിന്റെ കയ്യിലൊന്ന് വളയിടാ, നിന്റെ കയ്യിലൊരു മോതിരം തരാ, നിന്റെ കഴുത്തിലൊരു സ്വർണ്ണത്തിന്റെ മാലകൾ ഇട്ട് തരാ, നിനക്കൊരു നല്ല കമ്മല് വാങ്ങിത്തരാ. ഈ ഉമ്മയ്ക്ക് ആഗ്രഹമുണ്ട് ഫാത്തിമ. പക്ഷേ എന്റെ കയ്യിൽ ഒന്നുമില്ല മോള്. എല്ലാ പാവപ്പെട്ടവർക്ക് കൊടുത്ത മോള്, എല്ലാ യതീമീങ്ങൾക്ക് കൊടുത്ത മോള്. ഉമ്മായിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് ഫാത്തിമ. അതുകൊണ്ട് തരാനൊന്നുമില്ല. അവസാനം സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മണ്ണടിക്കുമ്പോ തന്റെ കഴുത്തിൽ കടന്നവര് മുത്തുമാലകളെത്തിട്ട് തന്റെ പൊന്നുമോളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തെന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗം വേണോ? കോടികൾ കൊടുത്താൽ കിട്ടില്ല പോലെ. കോടികൾ നാളെ പടച്ചവന്റെ കോടതിയില് നിന്റെ സമ്പത്ത് മുഴുവനും വെച്ചിട്ടുള്ളോ എനിക്ക് സ്വർഗം താഴ എന്ന് ചോദിച്ചാൽ നിനക്ക് കിട്ടാത്ത സ്വർഗം വേണോ? മണിയുള്ളറത്തെ വാങ്ങുവാനാ വീട്, കൊടിയുണ്ട് വല്ല എപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസുതാമന്നാണ്, അത് നിന്റെ പക്കൽ മാത്രമാണ്. മഹാനായ തലവ ഉസ്താദ് പറഞ്ഞതുപോലെ കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം വേണോ? കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം വേണോ? ആ സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗമാരെന്നറിയുമോ? എന്റെ കാരുണ്യത്തിന്റെ മക്കളെ, നിങ്ങളാ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 10 പവന്റെ സ്വർണം കൊടുത്ത് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീയാണ് മോനെ, നീയാണ് മോനെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബ,
വിശക്കുന്നവന് ഭക്ഷണം കൊടുത്ത, പാവപ്പെട്ടവനെ സഹായിച്ച, യതീമികളെ സഹായിച്ച, രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനുള്ള സമ്പത്ത് കൊടുത്ത, മോനെ ലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹാ അൽ-അൻഹാർ, പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ചവന്റെ സ്വർഗത്തിന്റെ പരദീസയിലേക്ക് നാളെ പച്ചപ്പറവയെ പോലെ പറന്നു പോകാം. നിനക്ക് ഭാഗ്യം കിട്ടുമോടെ നാളെ പടച്ചവന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് നിന്നെ മാടി വിളിക്കും ചെറുപ്പക്കാരാ. ആ കൂട്ടത്തിൽ പെടാൻ ആഗ്രഹമുണ്ടോ? കാരുണ്യത്തിന്റെ മക്കളുടെ കൂടെ നീളം ചേർന്നോ? പാവങ്ങളെ സഹായിക്കാൻ അണിചേർന്നോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മ, നാളെ പടച്ചവന്റെ സ്വർഗത്തിലെ 8 വാതിലുകളും മാടി വിളിക്കുന്ന സ്വർഗീയ വനിതയായിട്ട് നിനക്ക് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പുറകിൽ നിന്ന് സ്വർഗത്തിൽ പോകണോ? പാവപ്പെട്ടവരെ സഹായിച്ചോ? യതീമീങ്ങളെ സഹായിച്ചോ? പാവപ്പെട്ട പെൺകുട്ടികൾക്ക് നിന്റെ കൈകൾ കിടക്കുന്നവര് സ്വർണ്ണമോതിരം ഊരി കൊടുക്കാൻ മനസ്സുണ്ടോ? ഉസ്താദേ, എനിക്ക് സ്വർഗം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ട. കോടികൾ കൊടുത്താ കിട്ടാത്ത സ്വർഗം എനിക്ക് വേണം. എനിക്ക് മരിക്കുന്ന സമയം എന്റെ വീടിനകത്ത് കിടന്ന് വെള്ളിയാഴ്ച രാവിലെ കടക്കാരനല്ലാതെ എനിക്ക് സ്വർഗത്തിലെ എന്റെ വീട് കണ്ട് മരിക്കണമെന്ന ആഗ്രഹത്തോട് ഈ പാതിരാത്രിയിൽ ഈ സദസ്സിലിരുന്ന് തീരുമാനിച്ചോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗം വിളിക്കുന്ന 4ാമത്തെ വിഭാഗം ഏതെന്നറിയുമോ? അത് പാവപ്പെട്ടവന്റെ കണ്ണീര് കാണുന്നവന് സ്വർഗം വിളിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം